വളരെ വിപുലമായ രീതിയിൽ ഉള്ള ഒരു യാത്രയപ്പാണ് കേരളം ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരന് നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ നിരവധിയായ സിനിമകൾ ഓർത്തെടുക്കാനും പറയാനും പങ്കുവയ്ക്കാനുമുള്ള ഒട്ടനവധി ആളുകൾ, കാരണം സിനിമാ രംഗവുമായി പ്രവർത്തിച്ചിരുന്ന നിരവധി പേർ ഇന്നലെ എറണാകുളം ടൗൺ ഹാളിലേക്ക് അടക്കം എത്തിച്ചേരുകയുണ്ടായിരുന്നു. അവരെല്ലാവരും പറയുകയും എല്ലാം പങ്കുവയ്ക്കുകയും ചെയ്തത് കഴിഞ്ഞ നാളുകളായി അദ്ദേഹം തുടർന്നിരുന്ന സിനിമാ സഫരി ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാള സിനിമയുടെ തന്നെ ഒരു നിർണായകമായ ഒരു കാലഘട്ടം തന്നെയാണ്. സിനിമ രൂപീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു മുഖ്യധാരയിലേക്കെല്ലാം മലയാളം എന്ന ഭാഷയെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ തൻ്റെ ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരികയും പ്രവർത്തനം തുടങ്ങുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അത്തരം ഓർമ്മകൾ, തുടക്കകാലം തൊട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒട്ടനവധി പേർ ഇന്നലെ അവിടേക്ക് എത്തുകയും അവരുടെ വികാരങ്ങളും അവരുടെ സ്നേഹവും സൗഹൃദവും എല്ലാം പങ്കുവയ്ക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹത്തിന് യാത്രാ മൊഴി നൽകുകയാണ് മലയാളം. ഇവിടെ വീടിന് സമീപത്ത് ഈ സ്ഥലത്താണ്, ഇവിടെയാണ് സംസ്കാര ചടങ്ങുകൾക്കുള്ള സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നത്. വീടിനോട് ചേർന്ന് തന്നെയുള്ള ഈ സ്ഥലത്താണ് അദ്ദേഹത്തിന് ചിതയൊരുങ്ങുന്നത്. തൻ്റെ വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു സ്ഥലമായിട്ടാണ് എപ്പോഴും അദ്ദേഹം ഇതിനെ പറയുന്നത്. ഈ വീടും പരിസരവും എല്ലാം ഇവിടേക്ക് വരുമ്പോൾ, കരികൾച്ചറിലേക്ക് വരുമ്പോൾ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്നത് താൻ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരു വലിയ പ്രതീതി എപ്പോഴും ഉണ്ടാക്കുന്നൊരിടം എന്ന രീതിയിൽ നഗരഹൃദയത്തിനകത്തേക്ക് വരാൻ സൗകര്യവും സാഹചര്യവും എല്ലാം ഉണ്ടായിട്ടും അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടായിരുന്നു ഈ പരിസരങ്ങളിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഇത് ഉദയംപേരൂരിൽ നിന്നും പിന്നെയും മുന്നോട്ട് പോകുന്ന ഒരിടമാണ്. ഈ സ്ഥലത്ത് അദ്ദേഹം ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഈ സ്ഥലത്ത് ഒരു ചെറിയ കൃഷിയിടം വീടിനോട് ചേർന്ന് അദ്ദേഹം ഒരുക്കി. ഇവിടെ ഇഷ്ടമുള്ള വൃക്ഷത്തൈകൾ നട്ടു, ചെടികൾ നട്ടു. അങ്ങനെ ഒരു സാഹചര്യങ്ങളിലേക്ക് ഈ ചുറ്റുപാടുകളെ മാറ്റിയെടുക്കുന്നതിനുമെല്ലാം തന്നെ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്കും തൻ്റെ ഒരു സ്വാഭാവികമായ ഒരു താല്പര്യം മറ്റുള്ളവരിലേക്കും പകരുന്നു. ഇവിടെ അടുത്ത് അദ്ദേഹം പറയുന്ന മനു ഫിലിപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് കൂട്ടായ ഒരു യുവാവുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനോട് അടുപ്പം പുലർത്തുകയും ഈ കൃഷി രീതികളെ സംബന്ധിയായ കാര്യങ്ങൾ പറയുകയും ചെയ്തത്. തുടർന്ന് ആ പരിചയമാണ് വലിയ രീതിയിലേക്ക് ജൈവ കൃഷിയുടെ ഒരു പ്രോത്സാഹനം എന്ന രീതിയിലേക്കെല്ലാം അദ്ദേഹം മാറുകയും അതിൻ്റെ ഒരു പ്രയോക്താവാകുകയും ചെയ്തത്. ഏതായാലും അതിനുശേഷമാണ് പിന്നീട് കുറേ ഇവിടെ നിന്ന് മാറി ഒരു സ്ഥലത്ത് ജൈവ കൃഷി, നെൽകൃഷി അടക്കം ആരംഭിക്കുക എന്ന ലക്ഷ്യത്തിലേക്കെല്ലാം തന്നെ നീങ്ങിയത്. എന്തായാലും തൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങളിലേക്ക് ഏറ്റവും അവസാനമായി അദ്ദേഹം കടന്നു വന്നിരിക്കുന്നു യാത്ര പറയുന്നതിന് വേണ്ടി. വീട്ടുവളപ്പിൽ തന്നെ അദ്ദേഹത്തെ സംസ്കരിക്കാൻ കുടുംബാംഗങ്ങൾ തീരുമാനിക്കുന്നതും അതെല്ലാം കൊണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട ഇടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ യാത്ര പറച്ചിലുകൾ ഉണ്ടാകാം എന്ന് തന്നെ, അങ്ങനെയാകാം എന്ന രീതിയിലേക്ക് തീരുമാനിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. ഇന്നിപ്പോൾ വീടിൻ പരിസരത്തേക്കെല്ലാം നിരവധി പേർ ഇവിടേക്കെല്ലാം തന്നെ എത്തുന്നു. അതിൽ ചെറുപ്പക്കാരുമായവരും അല്ലാത്തവരും എല്ലാവരും തന്നെയുണ്ട്, നാട്ടുകാരും എല്ലാവരുമുണ്ട്. ഇവിടെയുള്ളതാണോ? കുറച്ച് അടുത്തുള്ളത്. പരിചയം ഉണ്ടായിരുന്നു? നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. ഒരുപാട് ഉദയംപേർക്കാരായ പിന്നെ വളരെയധികം സൗഹൃദത്തിലായിരുന്നു. നാട്ടുകാരനായിട്ടും പുള്ളിയുടെ സിനിമകളൊക്കെ വളരെയധികം ചെറുപ്പം വരെ കണ്ട് ആ ഡയലോഗുകളൊക്കെ ഇപ്പോഴും മറക്കാൻ സാധിക്കുന്നില്ല. സംസാരിക്കാൻ കൃഷിയുടെ കാര്യങ്ങൾ, കൃഷി പഴയ കാലത്തെ കൃഷികളൊക്കെ നഷ്ടപ്പെട്ടു വലിയ സങ്കടം ഒക്കെ പറയാറുണ്ടായിരുന്നു. അതിനുവേണ്ടി പുനരുജ്ജീവിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആൾക്കാർക്ക് പ്രചോദനം നൽകാവുന്ന ഒരു പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന രീതികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു.
കൃഷിയോട് വലിയ താല്പര്യം. കൃഷി അതീവ താല്പര്യനായിരുന്നു. ഇപ്പം രണ്ടാമത്തെ മകൻ അത് ഏറ്റെടുത്ത് നടത്താൻ പോകുന്ന സന്തോഷം കാണുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെ പുഴുക്കുത്തുകളെ വളരെ സരസമായിട്ട് ചിത്രീകരിക്കുക, അതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോഴും പ്രസക്തമാണ് അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ. സിനിമാക്കാരനടുത്ത് വരുമ്പോഴേ നമ്മൾ ഈ ഒരു കർഷകൻ എന്ന രീതിയിലേക്ക് ഒരു ഇടപെടൽ ആദ്യമൊന്നും പ്രതീക്ഷിച്ച് കാണില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളൊരു ദൂരെ മാറ്റി നിർത്തിയിരുന്ന ഒരു നമുക്ക് കയ്യെത്താ ദൂരത്തുള്ള ഒരാളായിട്ടാണ് തോന്നിയിരുന്നത്. അങ്ങനെയല്ലാന്ന് ഈ അടുത്ത കാലത്താണ് മനസ്സിലായിരുന്നത്. ഉദയംപേര് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു സാധാരണ മനുഷ്യനാണെന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെട്ടത്. പാലക്കാട് കൊല്ലങ്കോട് അവിടെ നിന്ന് വരുന്നതാണ്. പിന്നെ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഫാനാണ്, എല്ലാ സിനിമകളും കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ വിനീതാണ് എന്നെ എൻ്റെ ഹോട്ടലിനെ പരിചയപ്പെടുത്തി കൊടുത്ത് നല്ല നിലയിലാക്കിയത് വിനീത് സാറാണ്. അതിൽ പാലക്കാട് കൊല്ലങ്കോട് ഹൃദയം പറഞ്ഞ സിനിമയിൽ പിന്നെ മോഹൻലാൽ സാറിൻ്റെ മകനും കല്യാണമൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെതായിട്ട് വന്ന് കാണാൻ നല്ല പരിചയമാണ്. വിനീതേട്ടൻ കണ്ടാൽ അറിയും, നല്ല ഇതിൻ്റെതാണ്. വിനീതേട്ടൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് വളരെ നല്ലൊരു അദ്ദേഹത്തിന്റെ ഒരു സൗഹൃദം ഒരു പ്രത്യേക തരത്തിലുള്ള എപ്പോഴും തമാശകൾ പറഞ്ഞ് നല്ല രീതിയിലുള്ള മകനാണ് വിനീതേട്ടനാണ് വന്നിട്ടുള്ളത് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. അയ്യപ്പൻ പറഞ്ഞാൽ അറിയും, അതിനെ കണ്ടാൽ വളരെ നല്ലതായിട്ട്. കൊല്ലങ്കോട് അയ്യപ്പേട്ടൻ്റെ ഹോട്ടൽ എന്ന് പറയുന്ന ആ രീതിയിൽ ശരിയാണ്. അദ്ദേഹം സിനിമയിലടക്കം പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അയ്യപ്പേട്ടനാണ് സംസാരിച്ചത്. വലിയ ഒരടുപ്പവും എല്ലാം തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെയാണോ സ്വദേശം? പാട്യം. എൻ്റെ നമ്മളെ മാമനായിട്ട് വരും, നമ്മളെല്ലാം മാമനായിട്ട് വരും. ഏട്ടനും മക്കൾ പോന്നിട്ട് ഒത്തിരി ആയെങ്കിലും ആ ഒരു രാത്രി 8 മണിക്ക് പറഞ്ഞു, ഇവിടെ രാവിലെ എത്തി. ശ്രീനിവാസേട്ടൻ നാട്ടിൽ നിന്ന് പോന്നിട്ട് ഒത്തിരി ആയെങ്കിലും ഒരു ബന്ധമുണ്ട്. കല്യാണത്തിന് മക്കളെ കല്യാണത്തിന് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നു, നമ്മൾ പോയിരിക്കുന്നു. അങ്ങനെ അറിഞ്ഞ സമയത്തില്ല, പിന്നെ എല്ലാവരും കുടുംബങ്ങളിൽ ഒത്തുകൂടിയിട്ട് രാത്രി കൊണ്ട് പുറപ്പെട്ടു. എങ്ങനെ ഓർക്കുന്നു ശ്രീനിവാസന്റെ ബന്ധുക്കളാണ് ഞങ്ങളൊക്കെ. എല്ലാവരും പാട്ടായിരുന്നു വന്ന്. പാട്ട് കണ്ണൂർ ഒത്തിരി പേരുണ്ടോ നാട്ടിൽ നിന്ന്? എല്ലാവരും വന്നു. എല്ലാ ബന്ധുക്കളും അവസാനം നോക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. കണ്ണൂരിലേക്ക് കൊണ്ടുവരും അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം ഇഷ്ടം കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ശ്രീജ, ഏതെല്ലാം രീതിയിലാണ് അദ്ദേഹത്തെ ഓരോരുത്തർ ഓർത്തെടുക്കുന്നത്? കണ്ണൂർ പാട്യത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നിന്ന് ബന്ധുക്കളും ഒപ്പം തന്നെ സുഹൃത്തുക്കളും എല്ലാവരും തന്നെയുണ്ട്. അവിടെ നിന്ന് അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയതാണ്. നേരത്തെ ഉണ്ടായിരുന്ന കൊല്ലങ്കോട്ട് അയ്യപ്പേട്ടൻ്റെ ഹോട്ടൽ, അയ്യപ്പേട്ടൻ്റെ കട എന്ന് പറയുന്നിടത്ത് നിന്ന് അദ്ദേഹം ഓടിയെത്തി. കാരണം വിനീതിലൂടെ പരിചയപ്പെടുത്തിയതാണ്. തൊട്ടപ്പുറത്ത് ആദ്യം സംസാരിച്ചത് പിന്നീട് നാട്ടുകാരനാണ്. അങ്ങനെ ഒരുപാട് പേർ നാട്ടുകാരിൽ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജൈവ കൃഷിയോടുള്ള താല്പര്യവും കാര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തോട് പറയുകയായിരുന്നു. ഏതായാലും അത്തരം ഓർമ്മകൾ എല്ലാവരും തന്നെ സൂക്ഷിക്കുകയും സ്നേഹിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. എവിടെ നിന്നാണ്? ഞങ്ങൾ പിന്നെ ശ്രീനിവാസിൻ്റെ ആപ്പൻ്റെ മോന, എൻ്റെ ആപ്പൻ്റെ മോന ശ്രീനിവാസ, കണ്ണൂരും. ഞങ്ങൾ അവൻ്റെ തറവാട് വീടിൻ്റെ അടുത്ത് ഞങ്ങൾ അപ്പുറപ്പെടുന്നു താമസിക്കുന്നു. ഓ, ചെറുപ്രായത്തിൽ തന്നെ നാടകത്തിനായിട്ട് ഞങ്ങളെല്ലാം വിളിച്ചു കൂട്ടി നാടകം ചെയ്യിക്കുമായിരുന്നു. അവിടെ വെച്ചിട്ട് അഭിനയിക്കുമായിരുന്നു. അവിടെ തന്നെ ചെറിയ സ്റ്റേജെല്ലാം കെട്ടിയിട്ട് വയലിൽ അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ വയലുണ്ട്. അങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് തുടക്കം. ആ, പിന്നെ അവൻ്റെ അച്ഛനും താല്പര്യമില്ലായിരുന്നു സിനിമയിലേക്ക് പറഞ്ഞേക്കാൻ, മാഷായിരുന്നു. അപ്പോൾ അവരറിയാതെ ഞാനാ പോകുന്നതല്ലേ പോയത് മദ്രാസിലേക്ക്. പിന്നെ അച്ഛൻ അസുഖമെല്ലാം വന്ന് പിന്നെ അച്ഛനങ്ങ് പോയി. തുടക്കം ഓർത്തെടുക്കുകയായിരുന്നു. തുടക്കം ഓർത്തെടുക്കുകയായിരുന്നു. ബന്ധുക്കളാണ് എല്ലാവരും തന്നെയുള്ളത്. കണ്ണൂരിൽ നിന്ന് വരിക? കണ്ണൂരിൽ നിന്ന് വരിക, പാട്യത്തിൽ നിന്ന്. ശ്രീനിവാസന്റെ തറവാട്ടിന്റെ അപ്പുറത്താണ് എൻ്റെ വീട്. പിന്നെ കഥ ആദ്യമായിട്ട് തന്നെ നാടകവും അഭിനയിക്കും.
അങ്ങനെ ഓരോരു നാടകം തന്നെ അഭിനയിച്ച് അങ്ങനെയാണ് സിനിമയിൽ കയറിയത് അവർ